തലചായ്ക്കാനിടമില്ലാതെ കൊച്ചിയിലെ തെരുവുകളിൽ അന്തി ഉറങ്ങുന്നവർക്ക് ആശ്വാസവാർത്ത. തെരുവിൽ കഴിയുന്നവർക്കായി നൈറ്റ് ഷെൽട്ടർ പദ്ധതി ആരംഭിക്കാനൊരുങ്ങുകയാണ് കൊച്ചി നഗരസഭ. ജില്ലാ ഭരണകൂടവുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. മെട്രോ നഗരം ഇങ്ങനെ കളർഫുള്ളായി ബഹുദൂരം പായുമ്പോൾ ജീവിതത്തിന്റെ നിറങ്ങൾ മങ്ങിപ്പോയ ചില ജീവിതങ്ങളെ കാണാം. മെട്രോ തൂണുകൾക്കും പാലത്തിനുമൊക്കെ അടിയിലായി തെരുവുകളിൽ അന്തിയുറങ്ങുന്ന ഒരുപാട് ജീവിതങ്ങൾ. ഇവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട നൈറ്റ് ഷെൽട്ടർ പദ്ധതി ആരംഭിക്കാനൊരുങ്ങുകയാണ് കൊച്ചി നഗരസഭ. ജില്ലാ ഭരണകൂടവും നഗരസഭയും അർബൻ ലൈവ്ലിഹുഡ് മിഷനും പീസ് വാലിയും ചേർന്നാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. GCDയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ് നൈറ്റ് ഷെൽട്ടറിനായി ഒരുക്കുന്നത്. പോലീസ് സുരക്ഷ ഉറപ്പാക്കിയായിരിക്കും പുനരധിവാസം ഉറപ്പുവരുത്തുക. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അതിന് നമ്മൾ പോലീസുകാരുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പം പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. അവരായിരിക്കും മിക്കവാറും ഇവരെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 വാർഡന്, അതേപോലെ ഒരു അറ്റൻഡർ, ഒരു ക്ലീനിങ് സ്റ്റാഫ്, അതേപോലെ ഒരു പോലീസുകാരനൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പം തീരുമാനിച്ചിട്ടുള്ളത്. 300-ലധികം പേരാണ് നഗരത്തിൽ അന്തിയുറങ്ങാനിടമില്ലാതെ തെരുവിൽ കഴിയുന്നത്. നിലവിലുള്ള പദ്ധതികൾക്കൊപ്പം നൈറ്റ് ഷെൽട്ടർ കൂടിയാകുമ്പോൾ യാചകരുടെ പുനരധിവാസം കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് തണലാവുകയാണ് കൊച്ചി കോർപ്പറേഷന്റെ നൈറ്റ് ഷെൽട്ടർ പദ്ധതി. നാളെയുടെ രാത്രികളിൽ ഇനി ഇവർക്ക് സമാധാനമായി അന്തിയുറങ്ങാം. മാഹിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.